ബ്രാൻഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഏതായാലും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മളെ അടുവൊക്കെ കൊണ്ട് റീസെന്റ് അവർ സൂചിപ്പിച്ച പോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെയും അതേപോലെ തന്നെ എൻവിഡിയയുടെ ഒക്കെ ഒരു സ്റ്റാർട്ടപ്പ് ഇൻസെപ്ഷനിലേക്കും അതേപോലെ തന്നെ അവരുടെ സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ റീസെന്റ് നമുക്ക് സെലക്ഷൻ കിട്ടി. അത് നമ്മുടെ ഈ ഒരു മേഖലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. എനിവേസ് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പറയാം. ഡാനിഷിനോട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, 1 മണിക്കൂറാണെന്ന് തോന്നുന്നു എനിക്ക് നമ്മളെ ഈ ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഉണ്ടാവുക. വളരെ വിശാലമായ ഒരു ഏരിയയാണ്. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു കോംപ്രഹെൻസീവ് എന്ന് പറയുന്ന ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മിനിമം 3 hours എന്നെങ്കിലും വേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോവാം. അതിൽ നമുക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങളെ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, സമയബന്ധിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്കതിൽ പൂർത്തീകരിക്കാം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഐ വിൽ ബി അവൈലബിൾ ഓൾവേസ്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ മറ്റ് നമുക്ക് എന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടെങ്കിൽ നമുക്കത് പൂർത്തിയാക്കുകയും ചെയ്യാം. സോ നമുക്ക് പിന്നെ വാജിദ്, നമ്മുടെ ചാറ്റ് ഓപ്ഷൻ ഓൺ ആണല്ലേ എല്ലാവർക്കും? സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് സം ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് ആദ്യം ഏകദേശം ആളുകളൊക്കെ ലിങ്ക്ഡിൻ അക്കൗണ്ടുകളുള്ള ആളുകളാണെന്ന് വിചാരിക്കുന്നു. ലിങ്ക്ഡിൻ അക്കൗണ്ടുകളുള്ള ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് എത്ര പേർക്ക് അക്കൗണ്ട് ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. ടൈപ്പ് ചെയ്തോളൂ, നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻ ഇൻ ബിറ്റ്വീൻ. നമുക്ക് ജസ്റ്റ് അറിയാൻ എത്ര ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയാൻ വേണ്ടിയാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ ഹാവ്. ഓക്കെ ഓക്കെ ഓക്കെ, സോ വിൽ ഗോ ടു നെക്സ്റ്റ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിയണം, എന്നാലേ ദെൻ വിൽ ക്യാൻ ഗോ ഫോർ അവർ പ്രസന്റേഷൻ. ഓക്കെ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത് അനുസരിച്ചിട്ട് ഓക്കെ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുറെ ആളുകളുണ്ട്, 96 ആളുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ ആളുകളും ഇനി ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്ക് നമ്മളെ സമയം ഒരുപാട് ചിലവാകും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയത് അനുസരിച്ചിട്ട് എന്താണ് ലിങ്ക്ഡിൻ? ലിങ്ക്ഡിൻ എന്ന പ്ലാറ്റ്ഫോം എന്താണ്? ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ അറിവിൽ എന്താണ്? എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പർപ്പസ്? നിങ്ങൾക്ക് ചാറ്റിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ ഇവിടുന്ന് ഒരു 1 വേ നിങ്ങളുമായിട്ട് സംസാരിച്ച് കംപ്ലീറ്റ്ലി പോകണ്ടെന്ന് വെച്ചാൽ ഒരു ഇന്ററാക്റ്റീവ് ടൈപ്പിലേക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്പ് ഫോർ മീ. നിങ്ങളെ കാണാനും നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ലിങ്ക്ഡിൻ എന്താണ്? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നോ അബൌട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, എംപ്ലോയി ലൈൻ ഹയർ ചെയ്യും എന്ന് ജോബ് സീക്കിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ, യെസ്. നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ഫോർ പ്രൊഫഷണൽസ്. വെരി ഗുഡ്. ബിൽഡ് എ കണക്ഷൻ വിത്ത് പ്രൊഫഷണൽ പീപ്പിൾ. ഓക്കെ, വെരി ഗുഡ്. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം. യെസ്, പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം. ഓക്കെ ഓക്കെ, നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ഇതിലേക്ക് ഇന്നിങ്ങനെ സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് നിങ്ങൾ വന്നു. നിങ്ങളുടെ പ്രൈമറി റീസൺ എന്താണ്? ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നതിന്റെ പ്രൈമറി റീസൺ എന്താണ്? ഓരോ ആളുകൾക്ക് ഓരോ പർപ്പസ് ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ജോബ് ചെയ്യുന്ന ആളുകളുണ്ടാവും, പല ഫീൽഡിലുള്ള ആളുകളുണ്ടാവും. വാട്ട് ഈസ് യുവർ പ്രൈമറി റീസൺ ടു യൂസ് യുവർ ലിങ്ക്ഡിൻ? ലിങ്ക് വിത്ത് പൊട്ടൻഷ്യൽ എംപ്ലോയർ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ ജോബ് ഫൈൻഡ് ചെയ്യാൻ. യെസ്. Personal branding. Very good. Then to find job. Okay. ഒരു 2-3 ആളുകളും കൂടെ എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ. To create more opportunities and build more potential. Okay, better career. Okay. Okay, so next just I'll go for the next question. നിങ്ങളുടെ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ പോസ്റ്റുകൾ ഏതൊക്കെ നിരക്കാണ് നിങ്ങൾ എന്ത് ചെയ്യാറുള്ളത്? എൻഗേജ് ചെയ്യാൻ പോസ്റ്റുകളുമായിട്ട്. നിലവിൽ നിങ്ങൾ പോസ്റ്റ് കാണുന്നു, ലിങ്ക്ഡിനിൽ നമ്മൾ കയറാറുണ്ട്. ലിങ്ക്ഡിനിൽ നിങ്ങൾ പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം എൻഗേജ് ചെയ്യാറുണ്ട് ആ പോസ്റ്റുകളുമായിട്ട്? ലൈക്ക് എല്ലാ ദിവസവും നിങ്ങൾ ലിങ്ക്ഡിനിൽ കയറും, നിങ്ങൾ എന്ത് ചെയ്യും, പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് അതിൽ എൻഗേജ് ചെയ്യും. അതല്ല വീക്കിലി മാത്രമാണ്, അല്ല മന്ത്ലി മാത്രമാണ്, അതല്ല റെയർലി ആണ്, ഒട്ടും ചെയ്യാറില്ല. അത് ലിങ്ക്ഡിനിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്,
പക്ഷെ ജസ്റ്റ് നമ്മളൊന്ന് കയറി ഇങ്ങ് പോരാണ് ചെയ്യാറുള്ളത്. അതല്ല, നിങ്ങൾ ഏതെങ്കിലും കാണുന്ന പോസ്റ്റുകളുമായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യാറുണ്ടോ? ഡെയിലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഡെയിലി ടൈപ്പ് ചെയ്യാം. വീക്ക്ലി ഉള്ള ആൾക്കാർ വീക്കിലി ചെയ്യാം. മന്ത്ലി എന്നുള്ള ആൾക്കാർക്ക് മന്ത്ലി ചെയ്യാം. ഓക്കെ, മുഹമ്മദ് അജീബി ഡെയിലി ചെയ്യാറുണ്ട്. നസീർ ഡെയിലി. ഓക്കെ, വെരി ഗുഡ്. വീക്ക്ലി റെയർലി ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, വീക്ക്ലി ഡെയിലി. ഓക്കെ വെരി ഗുഡ്. സോ സംടൈംസ് ഉപയോഗിക്കുന്ന, വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. സ്റ്റാർട്ടഡ് യൂസിങ് ഓൺലി 3 weeks. വെരി ഗുഡ്. അലൻ സാജൻ 3 ആഴ്ചയായിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ലിങ്ക്ഡിനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നുന്ന കണ്ടന്റ് എന്താണ്? വാട്ട് ടൈപ്പ് ഓഫ് കണ്ടന്റ് യു ഫൈൻഡ് മോസ്റ്റ് വാല്യുബിൾ ഇൻ ലിങ്ക്ഡിൻ? ലൈക്ക് ഇൻഡസ്ട്രി ന്യൂസ് ആണ്, അതല്ല ലീഡർഷിപ്പ് ആർട്ടിക്കിൾസ് ആണ്, കരിയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതല്ലെങ്കിൽ കമ്പനിയുടെ അപ്ഡേറ്റ്സ് ആണ്, സക്സസ് സ്റ്റോറീസ്, ഇപ്പം പുതിയ കമ്പനികളുടെ ആളുകൾ, ഓണ്ടർപ്രണർഷിപ്പിൽ വരുന്ന ആളുകളുടെ സക്സസ് സ്റ്റോറീസ് ആണ്. സോ ഏത് ടൈപ്പ് ഓഫ് കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ജസ്റ്റ് യു കൻ ടൈപ്പ് 3 to 4 people. Career development updates. Okay, very good. Career development. Then career development ആണ്. Okay, stories of individual people. Okay, very good. Career development ഉണ്ട്. ന്യൂ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് അറിയാൻ നോക്കാറുണ്ട്. ഓക്കെ, നിയാസ്. യെസ്. ഓണ്ടർപ്രണർഷിപ്പ് ആർട്ടിക്കിൾസ്. ഓക്കെ, വെരി ഗുഡ്. HR ട്രെൻഡ്സ്. ഓക്കെ, വെരി ഗുഡ്. ജോബ് ഫൈൻഡ് ചെയ്യുന്ന HR ട്രെൻഡ്സ് അറിയാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നിലവിൽ ലിങ്ക്ഡിനിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മളിപ്പം ലിങ്ക്ഡിനിൽ നിന്നത്തെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ വന്നു. സോ വി ഹാവ് സം ഇഷ്യൂസ്, അല്ലെങ്കിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില ലാക്കുകളുണ്ട്. എന്താണ് ആ ലാക്ക് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സോ വാട്ട് യു സ്ട്രഗിൾ വിത്ത് ദ മോസ്റ്റ് ഓൺ ലിങ്ക്ഡിൻ? എന്താണ് നിങ്ങൾക്ക്? ഒരു പോസ്റ്റ് ചെയ്യാനാണോ, അതല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ നന്നായിട്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണോ, അതല്ലെങ്കിൽ ആളുകളുമായിട്ട് നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിലാണോ പ്രയാസമുള്ളത്? പുതിയ ജോബ് കണ്ടെത്തുന്ന ജോബ് ഹണ്ടിങ്ങിനാണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് പിന്നെ ഉണ്ടാക്കാനാണോ? എന്തിലാണ് നിങ്ങൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത്? ബേസ്ഡ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ ഓൺലി ഐ ക്യാൻ ഗോ ഫോർ ദ പ്രസന്റേഷൻ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആളുകൾ വന്നിരിക്കുന്ന ആളുകളുടെ എന്താണ് എന്നറിയാൻ വേണ്ടി. മേക്കിംഗ് ബെറ്റർ പ്രൊഫൈൽ. ഓക്കെ, പ്രൊഫൈൽ ക്രിയേഷൻ. വെരി ഗുഡ്. ദെൻ ജോബ് ഹണ്ടിങ്. ഓക്കെ, ഹൗ ടു നെറ്റ്വർക്ക് കണക്ട് എസ്റ്റാബ്ലിഷ്. ഓക്കെ, നെറ്റ്വർക്കിംഗ്, പ്രൊഫൈൽ ആൻഡ് ജോബ് ഫൈൻഡ്. വെരി ഗുഡ്. ജോബ് ഹണ്ടിങ് ഉണ്ട്, പ്രൊഫൈൽ ക്രിയേഷൻ ഉണ്ട്. ഓക്കെ, കണക്ഷൻ ബിൽഡ് ചെയ്യാനുണ്ട്, ഹാവിംഗ് നോ എക്സ്പീരിയൻസ്. ഓക്കെ, ഫോർ ഗെറ്റിംഗ് ബെറ്റർ പ്രൊഫൈൽ. ഓക്കെ, വെരി ഗുഡ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ കണ്ടന്റ് റെഗുലർലി നിങ്ങളുടെ പോസ്റ്റുകൾ, എന്തെങ്കിലും പോസ്റ്റുകൾ ഐദർ യുവർ കരിയർ റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റോ ഒക്കെ ആയിട്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ടോ? അതായത് ഫ്രീക്വന്റ് പോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഫ്രീക്വന്റ്ലി പറയാം, ഒക്കേഷണലി ആണെങ്കിൽ ഒക്കേഷണലി പറയാം, റെയർലി ആണെങ്കിൽ റെയർലി പറയാം, നെവർ. അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, കയറി നോക്കാറുണ്ട്, ബട്ട് ഐ ഡിഡ്ന്റ് ഡു എനി പോസ്റ്റ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. സോ എന്താണ്, നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഫ്രീക്വന്റ്, റെയർലി ആണ്, നെവർ, ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ ഒക്കേഷണലി ചെയ്യുന്ന ആളുകളുണ്ടോ? നോട്ട് യെറ്റ്. ഓക്കെ, റെയർലി. റീപോസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെവർ ചെയ്തിട്ടില്ല. കൂടുതൽ ആളുകളും ചെയ്യാത്ത ആളുകളുണ്ട്. ഓക്കെ, ഇപ്പോ നിലവിൽ നിങ്ങളെ പ്രൊഫൈലിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സോ ഐ വിൽ ഗിവ് യു എ ചാൻസ് ടു റേറ്റ് യുവർ ഓൺ പ്രൊഫൈൽ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ, നിങ്ങളുടെ പ്രൊഫൈൽ, നിലവിലുള്ള പ്രൊഫൈൽ റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, സോ വാട്ട് വുഡ് ബി ദ റേറ്റ്? ഒന്ന്, ഫസ്റ്റ് വൺ എക്സലന്റ്, സെക്കൻഡ് വൺ ഗുഡ്, തേർഡ് വൺ നീഡ്സ് ഇംപ്രൂവ്മെന്റ്, ഫോർത്ത് വൺ ഐ ഹാവ് ക്രിയേറ്റഡ്. നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത ആളുകൾ ഇപ്പൊ നമ്മൾ കുറെ ആളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സോ ഇഫ് യു വിൽ റേറ്റ് യുവർ പ്രൊഫൈൽ, നിങ്ങളുടെ കണക്കിൽ എങ്ങനെയാണ് നിങ്ങൾ എന്നെ റേറ്റ് ചെയ്യുക? എക്സലന്റ്, good, or needs improvement? Needs improvement. Okay, needs improvement. Okay. So very good. Thank you for your participation, active participation. ഒരുപാട് സന്തോഷം. ആളുകൾ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റീപ്ലൈ അനുസരിച്ചിട്ടാണ് നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ ഐ സ്റ്റാർട്ട് ദ പ്രസന്റേഷൻ. ഓക്കെ, തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ആളുകളും പറഞ്ഞു, നമ്മൾ ഇതൊരു പ്രൊഫഷണൽ കരിയർ ഗ്രോത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ പ്രധാനമായും നമ്മുടെ ജോബിന് വേണ്ടിയിട്ട്, നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്,
അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലേക്കാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ നമുക്ക് പറ്റുന്ന ഇറ്റ്സ് എ പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം. നമ്മളിത് എന്ത് ചെയ്യാറില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെയൊക്കെയുള്ള ടൂൾ ഉണ്ട് എന്ന് നമുക്കറിയാം, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാറില്ല, സാധാരണ നമ്മൾ അത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡിൻ എന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്, ഏതൊക്കെ രീതിയിലേക്കാണ് നമുക്ക് മാറ്റാൻ കഴിയുക, നമ്മുടെ ഒരു പ്രൊഫൈൽ എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ലിങ്ക്ഡിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഒന്നാമത് നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്ത ഒന്നാണ് ഇറ്റ്സ് എ പ്രൊഫഷണൽ നെറ്റ്വർക്ക്. ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് നമുക്ക് നമ്മുടെ കണക്ഷൻസ് ഉണ്ടാവും അല്ലെ, നമ്മുടെ നാട്ടും പുറത്തുണ്ടാവും, നമ്മുടെ കോളേജിൽ ഉണ്ടാവാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഉണ്ടാവാം, എല്ലാ സ്ഥലങ്ങളും നമുക്ക് കൊളീഗ്സ് ഉണ്ട്, പല ആളുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാ ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് മില്യൺസ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത് പറയുന്നത്, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതിനെ നമ്മൾ ഏതൊക്കെ രീതിയിലേക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു, ആ ഉപയോഗപ്പെടുത്തുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. രണ്ടാമത്തത് നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ അതിന്റെ നമ്മൾ സ്വാഗത ഇതിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഇനീഷ്യലി നമ്മളൊക്കെ സാധാരണ ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താണ് ഉപയോഗിക്കുക, ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ CV എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ ആണ് എന്ത് പറയുന്നത്, കരിയർ വിസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു സ്ട്രോങ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് ഏത് ജോബ് പ്രൊഫൈലുള്ള ഏത് ജോബിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. തേർഡ് വൺ എന്താണ്, നമ്മുടെ എക്സ്പെർട്ടൈസ്. നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾക്ക് എന്തുണ്ട്, എക്സ്പെർട്ടൈസ് ഉണ്ട്, നിങ്ങളുടെ സ്കിൽസ് എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്. നമുക്ക് സാധാരണ ഒരു CV നമുക്ക് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് എന്തുണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം നമുക്ക് എത്ര പേജ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, 2 പേജൊക്കെ ആയിരിക്കും നമുക്ക് ഒരു CV. നമ്മൾ സാധാരണ ഞാൻ HR വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ, നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രൊഫഷണൽ നമ്മൾ CV എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 2 പേജിലൊക്കെ കവിയുന്ന രൂപത്തിലേക്കായിരിക്കും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി അതിന്റെ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഗ്ലോബൽ റീച്ച് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്ന ആളുകളിൽ 2ാമത്തെ പൊസിഷനുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ, നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അതായത് 1ാമത് കഴിഞ്ഞ് 2ാമത്തെ ഏറ്റവും ആളുകൾ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നത്. അപ്പം 200ഓളം രാജ്യങ്ങളിൽ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഇതിന്റെ പൊട്ടൻഷ്യൽ എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സങ്കടകരമായ വശം എന്ന് പറയുന്നത്, ആളുകൾക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ട്, പക്ഷെ എങ്ങനെ അത് ഉപയോഗിക്കണമെന്നറിയില്ല, ഏത് രീതിയിൽ അതിനെ ആളുകളിലേക്ക് എത്തിക്കണമെന്നറിയില്ല. സോ ദ ഫസ്റ്റ് തിങ്, നമ്മൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. ഓക്കെ, സോ ഐ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. എങ്ങനെയാണ് ഇപ്പൊ ഇതിൽ കുറെ ആളുകൾ പറഞ്ഞു പ്രൊഫൈലൊക്കെ ഉണ്ട്, നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ നന്നായിട്ട് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഒരു സെഷൻ, അതായത് നമ്മൾ ഈ ഒരു പ്രസന്റേഷൻ അവസാനിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ കാണിക്കാം. ആ പ്രൊഫൈലിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള ലൈവ് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ടത് നമ്മുടെ ഒരു പ്രൊഫഷണൽ ഫോട്ടോ നിങ്ങൾ നോക്കുക. ഓക്കെ, ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ലിങ്ക്ഡിനുമായിട്ടാണ് നിങ്ങൾ ഇതിനെ കണക്ട് ചെയ്യേണ്ടത്. പറയുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ലിങ്ക്ഡിനുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ എന്റെ ലിങ്ക്ഡിനിലുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ലേറ്റർ സ്റ്റേജിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഫസ്റ്റ് വൺ, വി നീഡ് എ പ്രൊഫഷണൽ ഫോട്ടോ. സാധാരണ നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ, ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണ നമ്മൾ ചെയ്യുക സെൽഫി ഫോട്ടോസ് ഇടും, അതല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. എനി ടൈപ്പ് ഓഫ്, അതൊരു ആ ടൈപ്പിലുള്ള സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ. പക്ഷെ ഇതൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളുകൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്, നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബിസിനസ് എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത് നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമ്മൾക്ക് വേണം. രണ്ടാമത് നമ്മുടെ പ്രൊഫൈലാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പറയാം. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ എല്ലാ സെക്ഷൻസും നിങ്ങൾ ഫിൽ ചെയ്തിട്ടുണ്ടോ നോക്കുക. അതിന് എന്ത് വേണം, ഒരു ഹെഡ്ലൈൻ വേണം, ഒരു സമ്മറി വേണം, നിങ്ങളുടെ എക്സ്പീരിയൻസ് വേണം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ വേണം, നിങ്ങളുടെ സ്കില്ല് വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടതാണ്. മൂന്നാമതാണ് നമ്മൾ റെലവന്റ് കീവേഡ്സ്. ഈ കീവേഡ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ സാധാരണ നിങ്ങളെ ഒരു ജോലി അന്വേഷിക്കുക, ഫോർ എക്സാമ്പിൾ ആണ് അക്കൗണ്ടന്റ്. അപ്പോ ഒരു എംപ്ലോയർ ജോലി നോക്കുന്ന അയാൾക്ക് ഒരു എംപ്ലോയിനെ ആവശ്യമുള്ള സമയത്ത് ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ കീവേഡ്സ് നോക്കും. ഓക്കെ, കീവേഡ്സിൽ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ പ്രൊഫൈലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാനൊരു ഓണ്ടർപ്രണർ ആണ്, സ്കൂൾ ഗ്രൂവിന്റെ ഫൗണ്ടർ ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരാൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഹെഡ്ലൈൻസ് അവർക്ക് ഈ കീവേഡ്സ് അതിന്റെ അകത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും,
അവരുടെ ഫൈൻഡിങ്സിലേക്ക് നമ്മൾ വരും. അത് നമ്മളെ സമ്മറിയിൽ ചേർക്കാം, നമ്മുടെ എക്സ്പീരിയൻസിന്റെ അകത്ത് ചേർക്കാം. റെലവെന്റ് ആയിട്ടുള്ള, അതായത് സാധാരണ ആളുകൾ സെർച്ച് ചെയ്യുന്ന ഇന്റർവ്യൂവിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കീവേഡ്സിൽ നമ്മൾ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് വൺ ആണ് ഇതിലുള്ളത്, ഒരു സ്ട്രോങ് ഹെഡ്ലൈൻ നമുക്ക് വേണം. ഓക്കെ, നമ്മളെ പ്രൊഫൈൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിങ്ങൾക്ക് അതിന്റെ ലൈവ് ഇത് കാണിച്ചു തരാം. ഫസ്റ്റ് വിൽ ഡിസ്കസ്, ദെൻ വിൽ ഗോ ഫോർ ദ ലൈവ്. ദെൻ സ്ട്രോങ് ഹെഡ്ലൈൻ ആണ്. നമുക്കൊരു കൃത്യമായിട്ടുള്ള ഹെഡ്ലൈൻസ് എന്താണോ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആരായിട്ടാണോ നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അതെന്ത് വേണം? ആ ഒരു സ്ട്രോങ് ഹെഡ്ലൈൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ സമ്മറൈസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അക്കൗണ്ടന്റ് ആണ്, നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾ എക്സ്പെർട്ട് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസ് സാധനങ്ങൾ ഉണ്ടോ, അതിന്റെ ഒരു മിനിമം സമ്മറൈസ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഹെഡ്ലൈൻ ആയിട്ട് നമ്മൾ ചേർക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മുടെ എൻഗേജിങ് സമ്മറിയാണ്. അതായത് നമ്മൾ നിങ്ങളുടെ ഓരോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ സ്കിൽസ്, എക്സ്പീരിയൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ഒരു സമ്മറി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റോറി രൂപത്തിലേക്ക് നമുക്ക്, അതായത് സാധാരണ നമ്മൾ പ്രൊഫൈലിലൊക്കെ എന്ന പോലെ അല്ലാതെ കുറച്ചും കൂടെ അതിനെ ആളുകൾക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക? അതിനെ ബിൽഡ് ചെയ്ത് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നെക്സ്റ്റ് റെക്കമെൻഡേഷൻസ് ആണ്. റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുടെ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം, ഓക്കെ, നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, നിങ്ങൾ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അവിടുന്ന് അവരോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ഒക്കെ, ഞാൻ ഇന്ന സ്കിൽ എക്സ്പേർട്ട് ആണ്, എക്സൽ ഞാൻ നന്നായിട്ട് ചെയ്യും. അപ്പൊ അവരോട് നമ്മൾ പറയാം, നിങ്ങൾ എനിക്ക് റെക്കമെൻഡേഷൻ, നിങ്ങൾക്ക് ലിങ്കിൽ തന്നെ റെക്കമെൻഡേഷനിൽ എന്ത് ചെയ്യാം? അവരോട് റിക്വസ്റ്റ് ചെയ്യാം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്കില്ല് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ അവർക്ക് പറ്റും. കാരണം എന്താണെന്ന് അറിയോ? ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല, എന്റെ കൊളീഗ്സ് അല്ലെങ്കിൽ എന്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ എന്റെ ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സ്, ഇങ്ങനെ ആളുകൾ എന്നെ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിസിബിൾ ആവുകയാണ്. അങ്ങനെ ആളുകളുടെ നമ്മുടെ റെക്കമെൻഡേഷൻ നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങുകയും വേണം. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ പ്രൊഫൈൽ ഹെഡ്ലൈൻ നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊഫൈലിലേക്ക് ഒരാൾ കയറി വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ സാധാരണ പ്രീമിയം വേർഷനുള്ള ആളുകൾക്ക് നമുക്കറിയാൻ പറ്റും നമ്മളെ പ്രൊഫൈൽ ആരൊക്കെ സെർച്ച് ചെയ്തു, ആരൊക്കെയാണ് നമ്മുടെ പ്രൊഫൈൽ വന്ന് നോക്കിയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരാൾ നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറി വരുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട് അല്ലെ? നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഫസ്റ്റ് ഇംപ്രഷൻ വി കനോട്ട് മേക്ക് ഓൺ ദ സെക്കൻഡ് ടൈം. ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോൾ ഉണ്ടാവണം? ഫസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാവണം. നിങ്ങളെ പ്രൊഫൈലിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഓക്കെ, ഈ പ്രൊഫൈൽ കൊള്ളാലോ, അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്തുണ്ട്. ആ ഹെഡ്ലൈൻസിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുക. രണ്ടാമത്തത്, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. എക്സ്പെർട്ടൈസ് നമ്മൾ താഴേക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെർട്ടൈസ് ഒക്കെ കീവേഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് പിന്നെ നിങ്ങൾ ഈ ഹെഡ്ലൈൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആളുകൾക്ക്, അതായത് ടൈലർ മെയ്ഡ് ആയിരിക്കണം. നമ്മളെ ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ട് ഏത് രീതിയിലേക്കാണ് ഓഡിയൻസ് നമ്മൾ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നത്, ആ രൂപത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളതിനെ ബിൽഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ പ്രൊഫൈലിലുള്ള സെക്ഷൻ ആണ്, എബൌട്ട് സെക്ഷൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ പോവാം. നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ പ്രൊഫൈൽ നിങ്ങൾ നോക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഇനി എബൌട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹെഡ്ലൈൻ പറഞ്ഞു. ഹെഡ്ലൈൻ കഴിഞ്ഞാൽ നമുക്കുള്ളത് എബൌട്ട് സെക്ഷൻ ഉണ്ട്. എബൌട്ട് സെക്ഷനിൽ നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പേഴ്സണലൈസ് നമ്മുടെ ഒരു സ്റ്റോറി ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് എന്താണോ നിങ്ങൾ നരേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾക്കുള്ളത്, എസ്പെഷ്യലി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ, ഇതെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എബൌട്ട് സെക്ഷനിലേക്ക് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പേഴ്സണലൈസ് ചെയ്യുക. അതായത് നിങ്ങൾ സാധാരണ ജനറൽ സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ സാധാരണ CV ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജസ്റ്റ് ഏതെങ്കിലും ഒരാളുടെ CV നമ്മൾ വാങ്ങും, ആ CVയിലുള്ള അതേപോലെയുള്ള സാധനങ്ങൾ, ജസ്റ്റ് പേരും ഹെഡ്ലൈൻസും മാത്രം മാറ്റും. എന്നതിനപ്പുറം പേഴ്സണലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും ലിങ്ക്ഡിന്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പേഴ്സണലൈസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കീവേഡ്സ് ഇതിലേക്ക് വേണ്ട കൃത്യമായിട്ട് ഒരു എംപ്ലോയർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള സെർച്ചുകൾ എന്ത് ചെയ്യുക? എംപ്ലോയേഴ്സിന് വേണ്ടി ആളുകൾ ഏതാണോ നോക്കുക, അങ്ങനെയുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ഏതൊരാൾക്കും ഉണ്ടാവേണ്ടതാണ് അയാളുടെ ഒരു USP എന്നാണ്, അയാളുടെ ഒരു വാല്യൂ പ്രപ്പോസിഷൻ ഉണ്ടാവും. ഞാൻ എന്തുകൊണ്ട് ഇപ്പം ഒരു ജോബ് ഒരു എംപ്ലോയർ പോസ്റ്റ് ചെയ്തു, അതിലേക്ക് 100, 200, 300 ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അവിടെ എന്നെ സെലക്ട് ചെയ്യാൻ എന്റെ വാല്യൂ എന്താണ്, എന്റെ വാല്യൂ പ്രപ്പോസിഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഞാൻ ഇന്ന മേഖലയിൽ എക്സ്പേർട്ട് ആണ്, ഇന്ന മേഖലയിൽ ഞാൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ എല്ലാം പ്രൊഫഷണൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത് അതിനൊരു പ്രൊഫഷണൽ വേയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? ഉപയോഗപ്പെടുത്താനും അതിന്റെ വേർഡിങ്സും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്ന ബ്രീഫിലൊക്കെ ആ സാധനം പെട്ടെന്ന് ഒരാൾക്ക് കണ്ടാൽ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നുന്ന രൂപത്തിലേക്ക് നമ്മൾ അതിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽസ് എൻഡോസ്മെന്റ് സ്കിൽസ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. നമ്മുടെ സ്കിൽ സെക്ഷൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് ഹെഡ്ലൈൻ പറഞ്ഞു, എബൌട്ട് സെക്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ വരുന്നത് സ്കിൽ സെക്ഷനിലേക്കാണ്. നമ്മൾ പല മേഖലയിൽ ഓരോ ആളുകളുടെയും എക്സ്പെർട്ടൈസ് അനുസരിച്ച്, ജോലി അനുസരിച്ച് ബിടെക് കഴിഞ്ഞ ആളുകളുണ്ടാവും, എഞ്ചിനീയറിംഗിന്റെ പിന്നെ വിവിധ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും, പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അക്കൗണ്ട്സ് ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ നമ്മുടെ മേഖലയിൽ നമ്മുടെ എക്സ്പെർട്ടൈസ് എന്താണ്, സ്കിൽ എന്താണ്, ആ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്യുക. സ്കില്ലിലേക്ക് ഓരോ സ്പെഷ്യൽ, ഇപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് HR വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും, പിന്നെ മാൻ പവർ പ്ലാനിങ് ഉണ്ടാവും, അക്കൗണ്ട്സിലാണെങ്കിൽ അക്കൗണ്ടിങ്സിൽ എന്താണ്, പേറോൾ ആണോ, ഏത് മേഖലയിലാണ് നിങ്ങളുടെ സ്കില്ല് ഏറ്റവും കൂടുതലുള്ളത്, ആ സ്കില്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്തതാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ റെക്കമെൻഡേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളുടെ എൻഡോസ് ചെയ്യാൻ, നിങ്ങൾക്ക് സ്കില്ല് എൻഡോസ് ചെയ്യാൻ പറ്റും. നേരത്തെ റെക്കമെൻഡേഷൻ പറഞ്ഞത് നിങ്ങളുടെ ഓവറോൾ നിങ്ങൾക്ക് അവരുടെ റെക്കമെൻഡേഷൻ ചോദിക്കാം, അവർക്ക് നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു, എന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾ ഇന്നതാണ്, ഇത്ര നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടാവും. ഇനി എൻഡോസ്മെന്റ് ആണ്, സ്കില്ല് എൻഡോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരാൾ പറയാണ് നിങ്ങളുടെ കൂടെ കൊളീക്കോ മറ്റാൾക്ക് നിങ്ങളെ എൻഡോസ് ചെയ്യാം, സ്കില്ല് ഓക്കെ ഈസ് വെരി എക്സ്പെർട്ട് ഇൻ ടു എക്സൽ, ഇന്ന ജോലിയിൽ അല്ലെങ്കിൽ ഇന്ന സ്കില്ലിൽ അദ്ദേഹം വളരെ എക്സ്പെർട്ട് ആണെന്നുള്ളത് എൻഡോസ്മെന്റ് നമുക്ക് വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ ലിങ്കിൽ നമുക്കുള്ള ഓപ്ഷനാണ് സ്കിൽ അസസ്മെന്റ്. നിങ്ങളിപ്പോ ഈ പറഞ്ഞു നിങ്ങൾ ഇന്ന സ്കില്ലുകൾ ഉണ്ട്, ഈ സ്കില്ല് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നമുക്ക് അതിന് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ അത് ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ നോളജ് ബേസിലേക്ക് നിങ്ങൾക്ക് ഇത് ഷോക്കേസ് ചെയ്യാൻ, നിങ്ങളുടെ പ്രൊഫൈലിൽ ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ആളുകൾ, ഓരോ ജോലി അന്വേഷിക്കുന്ന ആളുകൾ നമ്മുടെ പ്രൊഫൈൽ ഭംഗിയാക്കുന്നതനുസരിച്ചിട്ട് എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. എംപ്ലോയർ വരുന്നു, എംപ്ലോയർ ഇപ്പൊ നിങ്ങൾക്ക് അവർക്ക് വേണ്ട ഇന്ന പ്രൊഫൈലുള്ള ഒരാളെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വർക്ക് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കറിയാം ATS ഒക്കെ പോലെ തന്നെ അവരും നോക്കുക എന്താണ്, ഈ എക്സ്പെർട്ടൈസ് ഏരിയകളിൽ. പണ്ടായിരുന്നു ജനറൽ ഡോക്ടേഴ്സ് അല്ലെ, ഡോക്ടേഴ്സ് ഒക്കെ പണ്ട് നമ്മളൊക്കെ ജനറൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിരുന്നു. ഇപ്പം എല്ലാ ആളുകളും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോവാ. എന്തുകൊണ്ടാ? കാരണം എല്ലാ ആളുകൾക്കും സ്പെഷ്യലൈസ് ചെയ്ത ആളുകളിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ കിട്ടുക എന്നറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ പോവാ, എഴുതുക നിങ്ങളുടെ കരിയർ പ്രോഗ്രഷൻ. ഓക്കെ, നിങ്ങൾ ഇന്ന ജോലി ചെയ്തു, ഒരു ജോലി നമ്മൾ ചെയ്ത സാധനങ്ങൾ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ ഇന്ന ജോലിയിലായിരുന്നു, ഓക്കെ 2015 മുതൽ 2020 മുതൽ 22 വരെ ഞാൻ ഇന്ന ജോലിയിലായിരുന്നു, അവിടെ നമ്മൾ കൊടുത്തു. അവിടെ എന്തായിരുന്നു എന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു, അതിൽ ഞാൻ എന്താണ് അക്കംപ്ലിഷ്, അവിടെ എന്താണ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് ആയിട്ടുണ്ടോ, ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ ആയിട്ടുണ്ടോ, എന്തൊക്കെയാണോ നിങ്ങൾക്ക് അവിടെ കാര്യങ്ങൾ നിങ്ങൾക്കുള്ളത്, ഇത്തരം നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് എന്ത് ചെയ്യാം, എക്സ്പെർട്ടൈസ് ഏറ്റവും വേഗം നന്നായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സ്കിൽസ് നിങ്ങൾ ആഡ് ചെയ്യാം. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളുടെ അവാർഡ്സ്, ചിലപ്പോൾ പല ആളുകൾക്കും കമ്പനിയിൽ നിന്നുള്ള അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവാം, പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ടാവും, അതേപോലെ വേറെ എന്തെങ്കിലും റെക്കഗ്നീഷൻ, വോളണ്ടിയറിംഗ് വർക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫൈലിലേക്ക് എക്സ്പീരിയൻസും അതേപോലെ അച്ചീവ്മെന്റ്സിലേക്കും നിങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നേരത്തെ നമ്മളെ ചെറുതായിട്ട് സൂചിപ്പിച്ചാണ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എൻഡോസ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു എൻഡോസ്മെന്റ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ പറയാണ്, ഇപ്പൊ സാധാരണ നമ്മൾ പറയില്ല ജോലികൾ കയറുന്ന സമയത്ത് റെക്കമെൻഡേഷൻ പറയുമല്ലോ, അതേ ടൈപ്പ് ഓഫ് സാധനമാണ്. അതിനെ നമ്മൾ പുതിയ കാലത്തേക്ക് ആധുനിക രീതിയിലേക്ക് മാറ്റി എന്താണ്, ലിങ്ക്ഡിന്റെ റെക്കമെൻഡേഷൻ ആണ്. അപ്പൊ നിങ്ങൾ കൂടെ വർക്ക് ചെയ്ത ആൾ നിങ്ങൾ പറയാണ്, ഓക്കെ ഈസ് വെരി ഗുഡ് ഇൻ ടു ദിസ്, എന്നെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് ഇയാള് വളരെ ഇന്ന സാധനങ്ങളിലൊക്കെ ഇന്ന കാര്യങ്ങളിലൊക്കെ വളരെ ഉഷാറായിരുന്നു, വളരെ ട്രസ്റ്റ് വർത്തിയാണ്. ഒരു എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അത് തന്നെയാണ്. കാരണം നിങ്ങളൊരു CV നിന്ന് കിട്ടാവുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഒരാൾ റെക്കമെൻഡ് ചെയ്യാണ്, വേറെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാൾ പറയാണ് ഇന്ന ആൾ ഇന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാം, റെക്കമെൻഡേഷൻസ് പരമാവധി നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. ഇനി നമ്മൾ നേരത്തെ കുറെ ആളുകൾ പറഞ്ഞു, നമ്മൾ പ്രയാസപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ. നെറ്റ്വർക്ക് വലുതാക്കാൻ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ ആളുകൾ ചെയ്യുന്നതിൽ കാണുന്ന നമുക്ക് മനസ്സിലാക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രൊഫൈൽ തുടങ്ങിയിട്ട് നമ്മൾ കാണുന്ന ആളുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റിക്വസ്റ്റ് അയക്കും. എല്ലാ ആളുകൾക്കും റിക്വസ്റ്റ് അയക്കും. അതുകൊണ്ടുണ്ടാകുന്ന നമ്മളെ നമ്പേഴ്സ് കൂടാം, ഒരു പക്ഷെ നമുക്ക് നമ്പേഴ്സ് കൂടാം. ഒക്കെ നമുക്ക് എന്റെ പ്രൊഫൈലിൽ 500 പിന്നെ ആളുകളുണ്ട് അല്ലെങ്കിൽ കണക്ഷൻസ് ഉണ്ട്, എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെന്ന് പറയുന്നത് വളരെ വലിയ ഒരു പിന്നെ ഫീൽഡാണ്. ആ ഫീൽഡിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളിൽ നമുക്ക് വേണ്ട ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്.
അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടാർഗറ്റ് ഗ്രൂപ്പ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല ഇന്നതാണ്, എനിക്ക് വേണ്ട ആളുകൾ ഇതാണ്. ഏത് ഇൻഡസ്ട്രിയാണ് നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്കത് സെർച്ച് ചെയ്യാൻ പറ്റും. ഇന്ന ഇൻഡസ്ട്രിയിലുള്ള ഇന്ന റോളുള്ള ആളുകളുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു ടൈപ്പ് ഓഫ് ആളുകളെ നിങ്ങൾ സെർച്ച് ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് അതിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാം എങ്ങനെയാണ് നമ്മളത് സെർച്ച് ചെയ്യുക എന്നുള്ളത്. ഇനി പ്രൊഫഷണൽസിനെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ, HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അക്കൗണ്ട്സ്, ഏത് മേഖലയാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത് ആ ആളുകളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരായിട്ട് റീച്ച് ഔട്ട് ചെയ്യാം. റീച്ച് ഔട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, അതേപോലെ തന്നെ അവർക്ക് നമ്മൾ സാധാരണ വെറുതെ കണക്ഷൻ അയക്കുക. ഇപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ഒരു കണക്ഷൻ വെറുതെ കണക്ഷൻ അയക്കും. അപ്പൊ ആളുകൾക്ക് നിങ്ങൾ അറിയില്ല. സോ ഇഫ് യു വാണ്ട് ടു കണക്ട് വിത്ത് ദം, ഒരു നിങ്ങൾ ഹയർ പൊസിഷനിലുള്ള ആളാണ്, HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആളാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ പേഴ്സണലൈസ്ഡ് മെസ്സേജ് അയക്കുക. അതും ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ആളുകൾക്കും നമുക്ക് പേഴ്സണലൈസ്ഡ് മെസ്സേജ് നമ്മുടെ നോർമൽ ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇമെയിലുകളൊക്കെ അയക്കണമെങ്കിൽ പ്രീമിയം വേർഷൻ ആക്കിയാലേ നമുക്കതിന് പറ്റുള്ളൂ. എന്നിരുന്നാലും പറ്റുന്ന ആളുകൾക്ക്, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക്, ഇപ്പൊ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ, അല്ലെങ്കിൽ കണക്ഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് പേഴ്സണലൈസ്ഡ് മെസ്സേജ് കൂടെ അതിന്റെ കൂടെ നിങ്ങൾ ചേർക്കുക. നമ്മൾ ലിങ്ക്ഡിൻ തന്നെ ചോദിക്കും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് മെസ്സേജ് ആഡ് ചെയ്യണോ എന്നുള്ളത്, അതും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, നിങ്ങൾ ഒരുപാട്, ഇപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് ലീഡർഷിപ്പ് കണ്ടന്റുകൾ ഉണ്ടാവും, ഇതുപോലെ ഒരുപാട് പോസ്റ്റുകൾ ആളുകൾ ചെയ്യുന്നുണ്ടാവും. അത്തരം ലീഡേഴ്സ്, ഇങ്ങനത്തെ ആളുകളൊക്കെ ചെയ്യുന്ന പോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ഡിസ്കഷനിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒന്ന്. രണ്ടാമത്, റെലവെന്റ് ആയിട്ടുള്ള കണ്ടന്റ്, നേരത്തെ ആരോ പറഞ്ഞു റീപോസ്റ്റ് ചെയ്യാറുണ്ട്, പോസ്റ്റ് ചെയ്യാറില്ല, റീപോസ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അങ്ങനെ വാല്യബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നമ്മൾ അത് ഷെയർ ചെയ്യാം. അതിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എൻഗേജ് ചെയ്യാം. അടുത്ത ഒന്നാണ്, നമ്മൾ ഗ്രൂപ്പ്സ് ഉണ്ടാവും. നമ്മളെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡിവിജ്വലി കണക്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഗ്രൂപ്പ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ജോബ് എക്സ്പേർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ സ്പെസിഫിക് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പ്സ് ഉണ്ടാവും. HR നെറ്റ്വർക്ക്സ് ഉണ്ടാവും, അക്കൗണ്ട്സിന്റെ ഉണ്ടാവും, AI ഉണ്ടാവും, എഞ്ചിനീയേഴ്സിന്റെ ഉണ്ടാവും. അങ്ങനെ നമ്പർ ഓഫ് ഗ്രൂപ്പ്സും കമ്മ്യൂണിറ്റീസും നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ നടക്കുന്ന ഡിസ്കഷൻസിൽ നിങ്ങൾ പങ്കെടുക്കുക. ആ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, അവർ നിങ്ങളെ നോട്ടീസ് ചെയ്യും. അതിലേക്ക് നമുക്ക് എൻഗേജ് ചെയ്യാനും പറ്റും. നമ്മൾ എത്രത്തോളം നിങ്ങൾ എൻഗേജ് ചെയ്യുന്നു അത്രത്തോളം ആളുകളിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കും. ഇനി നിങ്ങൾ കണക്ഷൻ ഉണ്ടാക്കി, ഓക്കെ, കണക്ഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. നമ്മൾ കണക്ഷൻ ഉണ്ടാക്കുന്നത് കൂടെ തന്നെ അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റണം. അവരോട് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പെർട്ടൈസ് ഇന്ന മേഖലയിലാണ് സർ, ഞാൻ ഇന്ന മേഖല വർക്ക് ചെയ്യുന്നു, സോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് യുവർ ഒരു സജഷൻസ് എനിക്ക് വേണം, ഇന്ന മേഖല എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരോട് എന്ത് ചെയ്യാം, ചോദിക്കാം. നമുക്ക് കണക്ഷൻസ്, നിലവിലുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്യാനും അതിനെ ആക്റ്റീവായി നിർത്താനും. ഞാൻ നേരത്തെ നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണക്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ 1000-ഓളം കണക്ഷൻസ് ഉണ്ടാവും. പക്ഷെ 1000-ഓളം കണക്ഷൻസ് നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല. പ്രൊഫൈൽ തുറക്കുമ്പോൾ 1000 കണക്ഷൻസ് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ പോസ്റ്റിന് എൻഗേജ്മെന്റ്സ് ഇല്ല, അതല്ലെങ്കിൽ അതിന് റിയാക്ഷൻ ഇല്ല, നിങ്ങൾ അതല്ലെങ്കിൽ റീപോസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഏതെങ്കിലും നിലക്ക് നിങ്ങൾ അതിലേക്ക് പ്രൊഫൈലിലേക്ക് വ്യൂ വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ല. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ള കണക്ഷൻസ് ഉണ്ടെങ്കിൽ, അനാവശ്യമായ കണക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കണക്ഷൻസ് നിങ്ങൾ റിമൂവ് ചെയ്യുക. ഓക്കെ, ഒഴിവാക്കിയ ശേഷം പുതിയ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്, റിയാക്ട് കണ്ടന്റുകൾ വരുന്ന സമയത്ത് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പല ആളുകളും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ ഉണ്ടാവാം. ആ കണ്ടന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, പോയിട്ട് അവരുടെ അതിന് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പക്ഷെ ആ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ നമ്മുടെ കണക്ഷനുള്ള ആളുകൾക്ക് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത്, പുതിയ ആളുകളുമായിട്ട് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഇത്ര എണ്ണം നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, ഞാൻ ഒരു ദിവസം 10 കണക്ഷൻസിലേക്ക് നമ്മൾ പുതിയ ആളുകളിലേക്ക് ഞാൻ പോകും. അത് നമ്മളെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് രീതിയിലേക്കാണോ വേണ്ടത് നിങ്ങൾ ഉണ്ടാക്കുക. ഇനി നമ്മൾ ആ കണക്ഷൻ ഉണ്ടാക്കി ഈ ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റെഗുലർലി നമ്മൾ ആക്റ്റീവായിട്ട് ആ നെറ്റ്വർക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത്, ഇപ്പോൾ ഒരാള് ജോലി നോക്കുന്ന സമയത്ത് ഇവർക്ക് എംപ്ലോയർ നോക്കണം, ഓക്കെ, ഈസ് വെരി ആക്റ്റീവ് ഇൻ ടു ദിസ്, ഇന്ന മേഖലയിലൊക്കെ ആൾ എക്സ്പേർട്ട് ആണ്, പെട്ടെന്ന് ആളുടെ മൈൻഡിലേക്ക് നിങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഇതിലേക്ക് നമുക്ക് പോസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മൾ കണക്ഷൻ ബിൽഡ് ചെയ്തു, ആളുകൾ അത് പ്രൊഫൈൽ ബിൽഡ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത് ഫസ്റ്റ് പ്രൊഫൈൽ നമ്മൾ ബിൽഡ് ചെയ്തു, അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, എല്ലാ കാര്യങ്ങളും ചെയ്തു. രണ്ടാമത്തെ നമ്മൾ അതിലേക്ക് ആ പ്രൊഫൈൽ ഉണ്ടാക്കി, അല്ലെ, നമ്മളൊരു ബേസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് വീട് ഉണ്ടാക്കുക. ആദ്യം തറ നമ്മൾ നന്നായിട്ട് കെട്ടും, തറ കെട്ടിയതിന് ശേഷമാണ് ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും മുകളിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒന്നാമത്തെ നമ്മൾ ആ ബേസ് ആണ് എന്തിട്ടുള്ളത്, നമ്മളെ പ്രൊഫൈൽ നന്നായിട്ട് ഷോക്കേസ് ചെയ്യാന്നുള്ളത്. രണ്ടാമത്തെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യാണ്, വാൾ ഉണ്ടാക്കണം. വാൾ എന്താണ്, നമ്മളെ കണക്ഷൻസ് ആണ്. ആ കണക്ഷൻസിന്റെ മുകളിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത റൂഫ് നമുക്ക് കെട്ടാൻ പറ്റും. ഇനി നമ്മളെല്ലാം ഉണ്ടാക്കി, ആളുകൾ കണക്ഷൻസ് ഉണ്ട്, കണക്ഷൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം,
നമ്മൾ നല്ല പോസ്റ്റുകൾ, നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ, നല്ല എൻഗേജിങ് പോസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. അതായത് റെലവെന്റ് ടോപ്പിക്സ് ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ ടൂൾസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആ ടൂൾസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസൈറ്റ്സുകൾ ഷെയർ ചെയ്യാം. ഇനി അതേപോലെ തന്നെ നമ്മളെ പോസ്റ്റ് നിങ്ങൾ ഇട്ടു, ആ പോസ്റ്റ് നിങ്ങൾ ഇട്ട് അവിടെ വെക്കണ്ട. പോസ്റ്റ് ഇട്ട് അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് മറ്റ് റെലവെന്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്കോ നമ്മുടെ മറ്റ് ഫ്രണ്ട് സർക്കിളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് പേജിലേക്കൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. വാട്സപ്പിന്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് ഇതിലെത്താൻ പറ്റും. ഇനി അത് മാത്രമല്ല, നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ ഇട്ടു, പോസ്റ്റ് ഇട്ടതിന് ശേഷം ആളുകൾ നിങ്ങളെ വായിക്കുന്നു, ആളുകൾ കമന്റ് ചെയ്യുന്നു. നമ്മൾ പോസ്റ്റ് ഇട്ടിട്ട് പിന്നെ പോകരുത്. നമ്മുടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമന്റിന് എന്ത് ചെയ്യുക, റീപ്ലൈ കൊടുക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഡിസ്കഷൻസ് ബിൽഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ആ പോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. ഇനി നമ്മളെ ഈ ഒരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കി, പ്രൊഫൈൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആളുകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കീവേഡ്സ് പ്രധാനമാണ്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഈ ജോബുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സ്പേർട്ട് ഏരിയ എന്താണോ, നിങ്ങളുടെ ഏരിയ എന്താണോ, ആ ഏരിയയിലുള്ള കൃത്യമായിട്ടുള്ള കീവേഡ്സ് ഫൈൻഡ് ചെയ്യുക. അതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ, ഹെഡ്ലൈൻസ്, സമ്മറി, ഇത്തരം കാര്യങ്ങൾ, എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുക. നേരത്തെ സൂചിപ്പിച്ച നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന സാധനം ഇതാണ് നിങ്ങളുടെ കീ ഏരിയ. അതിൽ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തുക. അപ്പൊ ചില ആളുകൾ MBA കഴിഞ്ഞ ആളുകളെ നോക്കുന്ന, ചിലപ്പോൾ നമ്മൾ അത് വിട്ടുപോയിട്ടുണ്ടാവും, നമ്മൾ ആഡ് ചെയ്യാൻ എഡ്യൂക്കേഷൻ ഏരിയകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. സ്കിൽസ്, ഇപ്പൊ സാധാരണ നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിക്കും, അവരെ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, ഔട്ട് ഓഫ് 10 ഉള്ളതിൽ നിങ്ങൾ 4 സ്കില്ല് ഇത് ചെയ്തിട്ടുണ്ട്, മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ റെലവെന്റ് ആയിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത്, ജോബിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് റിക്രൂട്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജ് ഉള്ളത് പോലെ തന്നെ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജ്, പിന്നെ ചൂഷണങ്ങൾ നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് എസ്പെഷ്യലി റിക്രൂട്ട്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടാവും, ഇന്ന പോസ്റ്റിന് ഇന്ന ജോബിന് വേണ്ടിയിട്ട് ജസ്റ്റ് കമന്റ് യെസ് എന്നുള്ളത്. അത് അവരുടെ പ്രൊഫൈൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇമെയിൽ ID കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റ് ഡാറ്റ കളക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ഉറപ്പുവരുത്തുക, നിങ്ങൾ ചെയ്യുന്ന പോസ്റ്റ് ചെയ്യാൻ പോകുന്ന, കമന്റ് ചെയ്യാൻ പോകുന്നതിൽ അപ്പൊ എന്താ പറയുക, നിങ്ങൾ ഏതെങ്കിലും ഇതേപോലെയുള്ള ഫേക്ക് പ്രൊഫൈൽസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൃത്യമായിട്ട് ഡാറ്റ ഇല്ലാത്ത സാധനങ്ങൾ അടിയിൽ നിങ്ങൾ പോസ്റ്റ് കമന്റ് ഒക്കെ ഇടുന്നത്, നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഫസ്റ്റ് കണക്ഷൻ ഉണ്ട്. നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ കണക്ഷനുള്ള ആളുകൾ ആരാണോ ആ ആളുകളിലേക്കാണ് ഇത് ഫസ്റ്റ് പോവുക. നിങ്ങൾ കമന്റ് ഇട്ടാലും പോകും. നിങ്ങൾ ഇന്ന പോസ്റ്റിന് കമന്റ് ഇട്ടിട്ടുണ്ടെന്നുള്ള അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അതിലേക്ക് ഇൻഫർമേഷൻ പോകും. അപ്പൊ അവർ നിങ്ങൾ നോക്കും, ഇങ്ങനത്തെ പോസ്റ്റുകൾക്കാണ് ഇവർ ഇതിനെക്കുറിച്ചൊന്നും തീരെ ധാരണ ഇല്ല എന്നുള്ള അവർ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ നന്നായിട്ട് നോക്കുക, ഇത് ഇതിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണോ, ഒറിജിനൽ ജോബ് പ്രൊഫൈൽ ആണോ, ഇവർക്ക് നേരത്തെ മറ്റു ജോബ് സാധനങ്ങളൊക്കെ ഇവരിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, റിക്രൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. റിക്രൂട്ടറുമായിട്ട് കണക്ട് ചെയ്താൽ തന്നെ നിങ്ങൾ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മറ്റു ഓഫറൊക്കെ വരുന്നതിന് മുന്നേ കൃത്യമായിട്ട് കമ്പനിയെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ഇനി നമ്മുടെ ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റീസും. അതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മളെ നീഷ് നമ്മൾ മനസ്സിലാക്കാൻ, അതായത് നമ്മുടെ ഏരിയ എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രി എന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്, നിങ്ങളുടെ കരിയർ ഗോൾ എന്താ. ഇവിടെ ഇരിക്കുന്ന 90 ആളുകൾക്കും അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കരിയർ ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാനായിരിക്കും ചില ആളുകൾ ഉണ്ടാവുക. എന്റെ പ്രൊഫൈലിൽ നമുക്ക് B2B ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, B2C ഉള്ള ആൾക്കാരുണ്ട്. നേരെ മറിച്ച് റിക്രൂട്ട്മെന്റ് ജോബ് മാത്രം, എന്റെ പ്രൊഫൈൽ ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു ജോബിലേക്ക് എത്താനാണ്. അപ്പം നിങ്ങളുടെ നീഷ് എന്താണോ ആ നീഷ് മനസ്സിലാക്കിയതിനു ശേഷം അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലേക്കും അങ്ങനത്തെ ഗ്രൂപ്പിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിയതിനു ശേഷം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, വെറുതെ നമ്മൾ എവിടെയും കൊണ്ടുപോയി എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിലപ്പുറം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ എക്സ്പെർട്ടൈസ് എന്താണോ ആ എക്സ്പെർട്ടൈസ് പുറത്തെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അവർക്ക് ഇൻസൈറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന എൻഗേജ്മെന്റ്സ് ഉണ്ടാക്കുക. ഡിസ്കഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അഭിപ്രായങ്ങൾ പറയാം. പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ ആർട്ടിക്കിൾസ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ അവിടെ നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, അവിടെ ആ ഗ്രൂപ്പിന്റെ അകത്ത് നല്ലൊരു പൊട്ടൻഷ്യൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കരിയർ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്രൂപ്പ്സിലും കമ്മ്യൂണിറ്റീസിലൊക്കെ നമുക്ക് സാധിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് ആളുകൾ തിരിച്ചുകൊണ്ട് വരും. നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾ 500 എത്താൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് കണക്ഷൻസ് അയക്കുന്നത് അപ്പുറത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ നന്നായിട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച ആളുകൾ ഇങ്ങോട്ട് നിങ്ങൾക്ക് കണക്ഷൻ ആവുന്ന രൂപത്തിലേക്ക് വരും. ഇനി നമ്മൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി, നമ്മൾ പോസ്റ്റുകൾ ഉണ്ടാക്കി, നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു.
ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയം, ഞാൻ തുടക്കത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾ എത്ര റെഗുലർ ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ടോ, അതല്ല റെയർലി ആണോ പോസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റുകൾ റെഗുലർലി നമ്മളൊരു ആഴ്ചയിൽ ഏറ്റവും മിനിമം 4 to 5 ടൈംസ്, ഞാൻ പറഞ്ഞത് എന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നും നമ്മൾ പോസ്റ്റ് ചെയ്യാം. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ വിസിബിൾ ആവും, നിങ്ങളെ പ്രൊഫൈലിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, നിങ്ങളെ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഷെയർ ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ വാല്യബിൾ ആയിട്ട് കണ്ടന്റുകളായി കൊടുക്കുക. ഇനി അടുത്ത സാധനമാണ്, നമുക്കിനി പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ 3 days നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും. 3 days ആണെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ മറിച്ച് പുതിയ വേറെ ആളുകളുണ്ടാവും, ലീഡേഴ്സ്, ഇൻഡസ്ട്രി ലീഡേഴ്സ് ഉണ്ടാവും, എക്സ്പേർട്സ് ഉണ്ടാവും, ഇവരുടെ പോസ്റ്റിൽ നമ്മൾ പോയിട്ട് എൻഗേജ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ആ പോസ്റ്റ് നമ്മൾ കമന്റ് ചെയ്യാൻ വെറുതെ നമ്മൾ സാധാരണ കുറേ പിന്നെ കമന്റ്സ് നമുക്ക് പിന്നെ സജഷൻസ്, ഓട്ടോ സജഷൻസ് വരുന്നുണ്ടാവും, അത് കൊണ്ടുപോയിട്ട് കമന്റ് ചെയ്യുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ആ കണ്ടന്റ് എന്താണോ പറഞ്ഞ കണ്ടന്റിലുള്ള കാര്യങ്ങൾ എന്താണോ അതിന് വാല്യബിൾ ആയിട്ടുള്ള നിങ്ങളുടെ റീപ്ലൈ അതിലേക്ക് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, ആർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ, ആർട്ടിക്കിൾസ് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നോക്കുക. ആർട്ടിക്കിൾസ് ചെയ്താന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പേർട്ട് ഏരിയ എന്താണോ ആ ഏരിയയിലുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനും അത് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. പോൾസ് ഉണ്ട്, ആളുകൾ എൻഗേജ് ചെയ്യാനുള്ള വേറെ ഓപ്ഷൻ പോൾ എന്ന് പറയുന്നത്. ആളുകൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊടുക്കുക, അതിലേക്ക് അവരേക്ക് ഇതാക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ പോലെ തന്നെ നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുണ്ട്, ലൈവ് വീഡിയോ ഓപ്ഷൻ ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ആളുകളുമായിട്ട് ഇപ്പം ലിങ്ക്ഡിനൊക്കെ വളരെ സജീവമായതോടുകൂടി തന്നെ ലിങ്ക്ഡിനുമായിട്ട് ബന്ധപ്പെട്ട് നെറ്റ്വർക്ക് ഇവന്റ്സ് ഒരുപാട് സ്ഥലങ്ങൾ സാധാരണ നടക്കാറുണ്ട്, കോൺഫറൻസുകൾ നടക്കാറുണ്ട്. അപ്പൊ അവിടെ വരുന്ന ആളുകളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അവർക്ക് നമ്മുടെ എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ബിസിനസ് കാർഡൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവരുമായിട്ട് ഷെയർ ചെയ്യാം. ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഇനി നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കി, ഈ പ്രൊഫൈൽ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തു, എൻഗേജ്മെന്റ്സ് ഉണ്ടാക്കി, ആളുകളുമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത് നമ്മൾ നോക്കുക, നമ്മൾ ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. പിന്നെ പ്രൊഫൈൽ വ്യൂസ് നമുക്ക് സാധാരണഗതിയിൽ എത്ര പ്രൊഫൈൽ വ്യൂ നോർമൽ ഗതി ഇപ്പോഴത്തെ കണ്ടീഷൻസ് ഇതിൽ പറഞ്ഞ ബഹുഭൂരിപക്ഷ ആളുകൾക്കും 100-ൽ താഴെയോ 10-ൽ താഴെയോ പ്രൊഫൈൽ വ്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ പറയണമെന്നില്ല, നിങ്ങൾ നോക്കുക. സാധാരണ അതായത് വളരെ റെയർ ആയിട്ട് എൻഗേജ് ചെയ്യുന്ന, കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന, പോസ്റ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവരുടെ പ്രൊഫൈൽ വ്യൂസ് എന്തായാലും 100-ൽ താഴെ ആയിരിക്കും. അതിൽ കൂടുതൽ ആളുകളും 50-ൽ ഉണ്ടാവും, 10-ൽ താഴെയുള്ള ആളുകളുണ്ടാവും. അതേപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതെന്ത് ചെയ്യുക, അത് നമ്മൾ മോണിറ്റർ ചെയ്യാം. നമ്മൾ പ്രൊഫൈൽ വ്യൂസ് എത്രമാത്രം വരുന്നുണ്ട്, ആളുകൾ നമ്മളെ പ്രൊഫൈൽ കാണുന്നുണ്ടോ. അത് കാണണമെങ്കിൽ എന്ത് വേണം, നമ്മൾ വിസിബിൾ ആവണം. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വിസിബിൾ ആയാൽ മാത്രമേ ആളുകൾ നിങ്ങളിലേക്ക്, കൂടുതൽ ആളുകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇനി നിങ്ങൾ ഗ്രോത്ത് നോക്കുക, നിങ്ങളെ കണക്ഷൻസ് നമ്മൾ ആവശ്യമുള്ള ആളുകളിലേക്ക് തന്നെയാണോ നമ്മളെ കണക്ഷൻസ് ഉണ്ടാവുന്നത്, എത്രമാത്രം ആളുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി അതേപോലെ തന്നെ നമ്മളൊരു പോസ്റ്റ് ഇട്ട് ആ പോസ്റ്റ് എത്രമാത്രം എൻഗേജ്മെന്റ്സ് ഉണ്ട്, ആളുകൾ എത്രമാത്രം കമന്റ് ചെയ്യുന്നുണ്ട്, ഷെയറുകൾ വരുന്നുണ്ട്. ഇനി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്, അയാളുടെ ലീഡ് ജനറേഷൻ നമുക്ക് വരുന്നുണ്ടോ, നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ലീഡ് ജനറേഷൻ അതിൻ്റെ അകത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത് നമ്മളെ പ്രൊഫൈൽ ക്രിയേഷൻ മുതൽ ഏറ്റവും അവസാനം നമ്മൾ അതിന്റെ വ്യൂസിലേക്ക് പ്രിപ്പയർ ചെയ്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഏറ്റവും അവസാനത്തേക്ക് എത്തുന്ന ലീഡ് ജനറേഷനിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ ഒരു ബിഗിനിങ് എന്നുള്ള നിലക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഐ ബിലീവ് ഐ കവേർഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി ഞാൻ ഐ ഗോ ഫോർ ദ ലൈവ് ഡെമോ. ഓക്കെ, നമ്മളൊരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണിക്കാം. ആ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ധാരണ കിട്ടും, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത്, എങ്ങനെയാണ് നമുക്കൊരു പ്രൊഫൈലിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു വി ക്യാൻ ഗോ ഫോർ ദ ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് എങ്ങനെയാണ് നല്ലത്? സോ ഐ വിൽ ഷോ മൈ പ്രൊഫൈൽ. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് ഷെയർ ചെയ്യാനാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇപ്പോ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ആദ്യം ഫസ്റ്റ് നമ്മൾ പറഞ്ഞതായിരുന്നു, നിങ്ങൾക്ക് ചാറ്റ് ഓപ്ഷനിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ പ്രൊഫൈൽ പിക്ചർ ആയിരുന്നു. നമ്മൾ ആ പ്രൊഫൈൽ പിക്ചർ കൃത്യമായിട്ട് ആളുകൾക്ക് കാണുന്ന ഫസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് അവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യുക,
ഒരു പ്രൊഫൈൽ പിക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഏറ്റവും ഒരു പ്രൊഫഷണലി ഉള്ള ഫോട്ടോ ആണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, ഇത് എന്തുകൊണ്ട് ചെയ്ത് ഞാൻ എന്റെ പ്രൊഫൈൽ ഞാൻ കുറച്ചും കൂടെ ഞാൻ പറയാം. ഇത് എന്റെ ഒരു ഓണ്ടർപ്രണർ പ്രൊഫൈലാണ്, ബിസിനസ് പ്രൊഫൈലാണ്. അപ്പം അതിൽ കുറച്ചും കൂടെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആസ് എ ഫൗണ്ടർ ആൻഡ് സിഇഒ ഓഫ് സ്കൂൾ ഗുരു എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന ഇവിടെ നമ്മൾ ഇതിന്റെ ബാനറാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ പ്രൊഫൈൽ പറഞ്ഞു, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ബാനർ എന്ന് പറയുന്നത്, ലിങ്ക്ഡിന്റെ ബാനർ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിനെ ഏറ്റവും ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ എഡ്യൂക്കേഷൻ മേഖലയിലാണ്. ആ എഡ്യൂക്കേഷൻ മേഖലയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സംഗതിയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ അതിന്റെ പ്രൊഫൈൽ. അപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ ഐ ആം ഇൻ ടു വിച്ച് ഏരിയ എന്നുള്ളത് അയാൾക്ക് സംശയം ഉണ്ടാവില്ല. ആൾക്ക് പെട്ടെന്ന് ഒരു ക്ലാരിറ്റി അവിടെ ഉണ്ടാവും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ നമ്മുടെ ഹെഡ്ലൈൻസ് ആണ്. ഓക്കെ, നമ്മൾ പേര് കൊടുത്തു. പേര് കൊടുത്തതിന് ശേഷം നമ്മളെ ഹെഡ്ലൈൻസ് ആണ്. ഹെഡ്ലൈൻസിൽ ഞാൻ എന്റെ തുടക്കത്തിൽ ഞാൻ ബിൽഡിംഗ് സ്കൂൾ ഗുരു ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ നമ്മൾ കൊടുത്തു. ഇനി അതിൽ എന്റെ പൊസിഷൻ ഞാൻ ഇവിടെ കൊടുത്തു, ഫൗണ്ടർ ആൻഡ് സിഇഒ ആയിട്ട് സ്കൂൾ ഗുരു. ഇതെന്തിനാ വെച്ചാൽ ഇതൊക്കെ കീവേഡ്സ് ആണ്. ഇതിൽ ആളുകൾ ഇപ്പോൾ ഒരാൾ സെർച്ച് ചെയ്യണം, ഫൗണ്ടേഴ്സിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, സിഇഒ സെർച്ച് ചെയ്യുന്ന സ്കൂൾ ഗുരു ഇതിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത് HR പ്രൊഫഷണൽ ഇവിടെ വന്നു. ഞാൻ HR പ്രൊഫഷണൽ അത് കൊടുത്തു. സോഷ്യൽ എന്റർപ്രണർ ആണ്. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സ്പേർട്ട് ഏരിയ ഉള്ളത്, ആ എക്സ്പേർട്ട് ഏരിയകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലിൽ അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്താം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞത് നമ്മളെ പ്രൊഫൈൽ സെക്ഷൻ ആണ്. ഓക്കെ, എബൌട്ട് ആണ്. നമ്മളെ എബൌട്ടിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ട്, എന്താണ് നമ്മൾ എഡ്യൂക്കേഷൻ മേഖലയിൽ എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഞാൻ എന്ത് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നുണ്ട്, എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്, സ്കൂൾ ഗുരു എന്നതിൽ സംഗതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തി. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് നേരത്തെ പറഞ്ഞതാണ് സ്കിൽസ്. ആ സ്കിൽസ് ആണ് ടോപ്പ് സ്കിൽസ് എന്നുള്ള മേഖലയിൽ നമ്മൾ എത്തിയിട്ടുള്ളത്, സ്കില്ലായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ്, ഇതൊക്കെ എന്റെ പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈലുമായിട്ട് കണക്ട് ചെയ്യാണ് വേണ്ടത്. ഇനി അഡീഷണലി ആസ് എ ഓണ്ടർപ്രണർ എന്നുള്ളതൊക്കെ ഞാൻ കൊടുക്കുന്ന സർവീസുകളാണ്. ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗ്, എഡ്യൂക്കേഷണൽ കൺസൾട്ടിങ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ് കോച്ചിങ്. ആളുകൾക്ക് ഇപ്പോൾ ഒരാൾക്ക് ഇതിൽ എന്റെ സർവീസ് ആവശ്യമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. അവർക്ക് ഇതിൽ ഈ പ്രൊഫൈലിൽ അവർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സർവീസസ് ആണോ ഉള്ളത് അതുണ്ട്. ഇവിടെ ലിങ്ക് ഉണ്ട്. ഇപ്പൊ പേഴ്സണൽ കൺസൾട്ടേഷൻ, ഇപ്പൊ ബിസിനസിന്റെ തന്നെ നമ്മുടെ ഒരു ഫ്രീ ബിസിനസ് കൺസൾട്ടേഷൻ ആളുകൾക്ക് ഈ പ്രൊഫൈലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്താണ്, ഫീച്ചേർഡ് ഓപ്ഷൻ എന്നുള്ള നിലക്ക് അതിലേക്ക് ആഡ് ഓൺ ഇവിടെ ചെയ്തതാണ്. ഇനി അതിലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ മുകളിൽ സൂചിപ്പിച്ച് നമ്മൾ ഇനീഷ്യലി നമ്മൾ പ്രസന്റേഷൻ നമ്മൾ സൂചിപ്പിച്ചതാണ്. നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ്, എവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അത് എന്റെ 2020 മുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കൂളുകൾ തുടങ്ങിയത് മുതലുള്ളത് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തു. അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കമ്പനിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സീനിയർ HR ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ ഇവിടെ നാട്ടിൽ അൽസലാമയിലായിരുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തു. എന്റെ എഡ്യൂക്കേഷൻ ഏതാണോ, ഞാൻ കോഴ്സ് എന്താണ് കഴിഞ്ഞത്, കോഴ്സുകൾ ഞാൻ ആഡ് ചെയ്തു. ഇങ്ങനെ ഇത്തരം കാര്യം. ഇനി അടുത്ത ഒരു സാധനമാണ് നമുക്ക് ഇപ്പോൾ സർട്ടിഫിക്കേഷൻസ്. ഏതൊക്കെ സർട്ടിഫിക്കേഷൻ, നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ലിങ്ക്ഡിൻ ലേണിംഗിൽ ഉപയോഗിച്ച് പ്രീമിയം വേർഷൻ ഒക്കെ ആണെങ്കിൽ ലിങ്ക്ഡിൻ കോഴ്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് ചെയ്യാം. ഇപ്പോൾ AI ചലഞ്ച് ഇതാണ്. അപ്പൊ ആളുകൾക്ക് ഇപ്പോൾ ഒരാൾ വരികയാണ്, ആൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്രെഡൻഷ്യൽ നോക്കിയാൽ അറിയാൻ പറ്റും അവർ ഏതൊക്കെ മേഖലയിലാണ്, ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ്, ഏത് കോഴ്സാണ് ചെയ്തത്, എന്താണ് എക്സ്പെർട്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ കാണിക്കാൻ പറ്റും. ഇനി സ്കിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ 33 സ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സ്കില്ലാണ്, എവിടെയായിരുന്നു ആ സ്കില്ല് ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കേരള വർക്ക് ചെയ്ത സമയത്താണ് എന്റെ HR പോളിസിയിൽ, എന്റെ ലേബർ റിലേഷനിൽ അവിടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. പ്രൊഫൈൽസിൽ നമ്മൾ ലാംഗ്വേജ്, എന്തൊക്കെ ലാംഗ്വേജ് ആണ് നമ്മളെ കാര്യങ്ങളുള്ളത്, ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റുകൾ, നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് പ്രൊഫൈലിൽ ഓരോ കാര്യങ്ങൾ ഇവിടെ നമുക്കുണ്ട്. ഇനിയിപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളാണ്, ഓക്കെ, ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ ജോലി അന്വേഷിക്കുന്നപ്പോൾ ഇതിൽ കുറച്ച് ആളുകൾ അറിയുന്ന ആളുകൾ ഉണ്ടാവാം, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ രണ്ട് നിലക്ക് എനിക്കിപ്പം ഒരു ഓണ്ടർപ്രണർ എന്നുള്ള നിലക്ക് ഞാനൊരു പുതിയ ജോലിയിൽ ഒരാളെ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹയറിംഗ് ഓപ്ഷൻ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അത് എന്റെ പ്രൊഫൈലിൽ ഇവിടെ വരും. അതേപോലെ തന്നെ ഞാൻ ജോബ് ഓപ്പൺ ടു ഫൈൻഡ് എ ന്യൂ ജോബ് ആണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കും നമുക്ക് അത് ഉപയോഗപ്പെടുത്തും. അപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ നമ്മളിപ്പോൾ നോക്കാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എത്ര പ്രൊഫൈൽ വ്യൂസ് നമുക്ക് ഈ വീക്കിൽ നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ട്. അതേപോലെ എത്ര പോസ്റ്റ് ഇംപ്രഷൻസ് ലാസ്റ്റ് 7 ഡേയ്സിനാണ് ഇത് കാണിക്കുന്നത്, എത്ര വന്നിട്ടുണ്ട്, എത്ര സെർച്ച് അപ്പിയറൻസിൽ എന്റെ പ്രൊഫൈൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാളിപ്പോൾ സെർച്ച് ചെയ്തു. ഇനി ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പൊ ഒരു ജോലിയിലേക്ക് നമ്മൾ അന്വേഷിക്കണം, എനിക്ക് വേണ്ട ഒരു അക്കൗണ്ട്സ് മാനേജർ, ഓക്കെ,
ഒരു അക്കൗണ്ട് മാനേജറെ ഞാൻ സെർച്ച് ചെയ്യണം. സാധാരണ ഒരു പ്രൊഫൈല് ജോബ് സീക്കറിനെ സംബന്ധിച്ച് അവർ സെർച്ച് ചെയ്യുന്നത് എംപ്ലോയർ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും വന്നു. നമുക്ക് ജോബ്സിന്റെ വേറെ ഓപ്ഷൻ ഉണ്ട് എന്നെല്ലാം കൂടി നമ്മൾ വളരെ ഈസി മെത്തേഡാണ് പറയുന്നത്, നിങ്ങൾക്കും പറ്റുന്ന സംഗതിയാണ്. ഇപ്പൊ ജോബ്സ് ആണ്, അപ്പൊ ഞാനിത് തപ്പി ഇതിലേക്ക് ജോബ്സ് കൊടുക്കുന്നു. ജോബ്സ് ആണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഇതിലുള്ള ജോബ് ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഏതൊക്കെ ആ മേഖലയിലുള്ള അക്കൗണ്ട്സ് മാനേജർ എന്നുള്ള കീവേഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ വരുന്നത്. ശ്രദ്ധിച്ചോ, ഈ കീവേഡ് ഞാൻ കൊടുത്ത കീവേഡിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് കംപ്ലീറ്റ്ലി ഇവിടെ വരുന്ന കാര്യങ്ങളുള്ളത്. ഈ കീവേഡ് ഇതൊക്കെ നോക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ ആണ് ഇവിടെ പൊസിഷൻ വരുന്നത്. പക്ഷെ അവിടെ എന്തുണ്ട്, അക്കൗണ്ട് കീവേഡ്സ് അതിന്റെ അകത്തുണ്ട്. ഓൺലൈൻ അക്കൗണ്ട് ആണ്, കീ അക്കൗണ്ട് മാനേജർ ആണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതിന്റെ എക്സ്പീരിയൻസ് ലെവൽ ഉണ്ട്, കമ്പനി ഉണ്ട്, റിമോട്ട് ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെയാണ് വേണ്ടത്, ലൊക്കേഷൻ നിങ്ങൾക്ക് മാറ്റാം, ഏത് ലൊക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പൊ ഖത്തറാണ് ഉള്ളത്, ഇന്ത്യയിലുള്ള ജോബ് ഏതാണ്, ഇന്ത്യയിലുള്ള ജോബാണ് നിങ്ങൾ നോക്കുന്നത്, അവിടുത്തെ നമുക്ക് വരും. നിങ്ങൾക്ക് ജോലി ഫൈൻഡ് ചെയ്യാനുള്ള ഏറ്റവും ഇതാണ് സാധാരണ ആളുകൾക്കും എന്ത് ചെയ്യുക. ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് ഒരു എംപ്ലോയർക്ക് സംഗതി നോക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഇത് പറ്റും. പക്ഷെ നമ്മളെ അക്കൗണ്ട്സിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ ജോബ് പ്രൊഫൈലിന്റെ അകത്ത് ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് വരുള്ളൂ, നമ്മളെ പ്രൊഫൈൽ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോ ഇങ്ങനെ നമ്മളെ പ്രൊഫൈൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, പുറത്ത് നമ്മളൊരാൾ കാണുന്ന സമയത്ത്, നമ്മളെ പ്രൊഫൈൽ കാണുന്ന സമയത്ത് അവർക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഇപ്പോൾ സാധാരണ നിങ്ങൾ നോക്കുകയാണ്. സോ ഹൗ ഡു യു റേറ്റ് ദിസ് പ്രൊഫൈൽ? ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റിൽ ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ, സാധാരണ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് എങ്ങനെ റേറ്റ് ചെയ്യാം? നിങ്ങളൊരു എംപ്ലോയർ ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു കൊളീഗ് ആണ്, നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ 4-5 ആളുകൾ. Okay, 8.5. So still there is a room for improvement. Very good, very good, very good, very good. Okay, very good. Okay. സോ ഇനി നമുക്ക് നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ റിതു അഹമ്മദ് 7. വെരി ഗുഡ്, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ വരട്ടെ. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. ആളുകൾ ടൈപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളിലേക്ക് വരാമെന്ന് തോന്നുന്നു. എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, അവകാശപ്പെടുന്നില്ല. ഐ എം വെരി എക്സ്പെർട്ട് ഇൻ ടു ദിസ്. ബട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ, അറിയാവുന്ന മേഖലകളിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ആൻസർ പറയാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, എൻ്റെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ പഠിക്കാനോ കഴിയുമെന്ന് തോന്നുന്ന ആളുകൾക്കാണെങ്കിൽ യു ക്യാൻ സെൻഡ് മി എ കണക്ഷൻ റിക്വസ്റ്റ്. ഐ വിൽ ആക്സെപ്റ്റ്. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഐ വിൽ ഹെൽപ്പ് യു. എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ നിങ്ങൾക്ക് പ്രൊഫൈലോ മറ്റു കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഒരു HR മേഖലയിലുള്ള ആളുകൾ എന്നുള്ള കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ വിൽ ഹെൽപ്പ് യു ഓൺ ദാറ്റ്. എനിക്കൊന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാം ആളുകൾക്കുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അപ്പൊ ഏതായാലും ഏകദേശം ഒരു 1 hourന്റെ അടുത്ത് സാർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈവൻ സാറിന്റെ പ്രൊഫൈൽ വരെ വെച്ച് നമുക്ക് എല്ലാ രീതിയിലും ഡെമോ അടക്കം കാണിച്ചു തന്നു. പിന്നെ ഏതായിരുന്നാലും ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്താം. അതല്ല നിങ്ങൾക്ക് പിന്നെ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാവുന്നതാണ്. ഓക്കെ, കണക്ഷൻ അയക്കുന്ന ആളുകൾ പേഴ്സണലൈസ് മെസ്സേജ് ആണെങ്കിൽ വളരെ നല്ലത്. കാരണം നിങ്ങൾ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത ആളുകളാണ് എന്നുള്ള പറ്റുകയാണെങ്കിൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാ കണക്ഷൻസും ഞാൻ സാധാരണ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിൽ ഞാൻ നിങ്ങളത് പഠിപ്പിച്ചിട്ട് ഞാൻ തന്നെ കണക്ഷൻ നമ്പേഴ്സ് കൂട്ടിയിട്ട് കാര്യമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നുകിൽ എന്റെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ 1-to-1 നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാം. ചാർജ് ഒന്നും ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ മതി. ഓക്കെ, സർ, ഞാൻ 2-3 ഇന്ന് എടുത്ത സെഷനിൽ 2-3 കാര്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് ഏകദേശം ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതിന് വരുന്ന ഡൗട്ടുകളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഇപ്പോ ഈ പ്രീമിയം അക്കൗണ്ട് ആണ് സാറിനുള്ളത്. അതുപോലെ തന്നെ സാറിന്റെ ഒരു വെരിഫൈഡ് ഓപ്ഷൻ കണ്ടു. ഈ വെരിഫൈഡ് ഓപ്ഷന് ഇപ്പം കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം അതിന് കൊടുക്കേണ്ടി വരും? ഇപ്പൊ ഈ ഒരു ഈ പ്രീമിയം അക്കൗണ്ടും ഒരു വെരിഫൈഡ് അക്കൗണ്ടും തമ്മിൽ
കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിനുള്ള ഒരു ഇത് കൊടുക്കേണ്ടത്, എന്തൊക്കെയാ അതിന് വേണ്ടി വരും എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു ഡൗട്ട്. ഒന്ന് പ്രീമിയം അക്കൗണ്ട് പറഞ്ഞല്ലോ. പ്രീമിയം അക്കൗണ്ട് ഒന്ന് നമുക്ക് പിന്നെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പിന്നെ കരിയറുമായിട്ട് വന്നിട്ട് 3200 സംതിങ് ആണ് മന്ത്ലി വരുന്ന ചാർജ് തോന്നുന്നു. പക്ഷേ ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ 1-2 മാസമൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സാധാരണ എന്ത് ചെയ്യാറുണ്ട് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ലിങ്ക്ഡിൻ തന്നെ നിങ്ങൾക്ക് ഇത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ ആക്റ്റീവ് ആണ്, നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഓക്കെ യു ക്യാൻ ട്രൈ 1 month ട്രയൽ ഫോർ ലിങ്ക്ഡിൻ എന്ന് പറയും. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പക്ഷെ അത് കൂടുതലും ആക്റ്റീവായ ആളുകൾക്കാണ് സാധാരണ അല്ല, എനിക്കത് വരാറുള്ളത്. വന്നിട്ടുണ്ട്. ആ ഒരു പ്രീമിയം ഓപ്ഷൻ വന്നിട്ടുണ്ട്. പ്രീമിയം ആണ്, പക്ഷെ അതിൽ വെരിഫൈഡ് ഓപ്ഷനും കൂടെ ഇത് ഓക്കെ, വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വെരിഫൈഡ് ചോദിച്ചത്. ഓപ്ഷൻ എന്താണെന്നറിയാം? വെരിഫൈഡ് ഓപ്ഷൻ നിങ്ങൾ ഉള്ളത് പിന്നെ ഇന്ത്യയിലാണോ അതോ പുറത്താണോ? ഞാൻ സൗദിയിലാണ്, ജിദ്ദയിൽ. സൗദിയിലാണ്. ഓക്കെ. ചില രാജ്യങ്ങളിൽ ഇത് റോൾ ഔട്ട് ചെയ്തിട്ടില്ല. കാരണം പുറത്ത് ഇപ്പം ഞാൻ ഖത്തറിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഖത്തറിലുള്ള സമയത്ത് വെരിഫൈഡ് ഓപ്ഷൻ വന്നിട്ടില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ നാട്ടിലെത്തിയത്. അപ്പൊ നാട്ടിൽ വന്ന സമയത്താണ് വെരിഫൈ ഓപ്ഷൻ. നിങ്ങൾക്ക് അത് ഓപ്ഷൻ എന്ന് വെച്ചാൽ താഴെ നിങ്ങളുടെ പ്രൊഫൈലിന്റെ താഴെ തന്നെ നിങ്ങളുടെ പേരുണ്ടല്ലോ, പേരിന്റെ തൊട്ട് താഴത്ത് വെരിഫൈ ഓപ്ഷൻ വരും. അത് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അവിടുന്ന് നിങ്ങൾക്ക് എന്തായാലും സൗദിയിൽ നിന്ന് എന്തായാലും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇനി ചില സമയത്ത് ചില രാജ്യങ്ങളിലുള്ളത് നിങ്ങൾക്ക് കമ്പനി ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡികൾ ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ നാട്ടിലാണെങ്കിൽ കൂടുതലും അവര് നമ്മുടെ എന്താ പറയാ നമ്മുടെ ആധാർ വെരിഫിക്കേഷനിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ പ്രൊഫൈൽ സാധനങ്ങളൊക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ. എന്തായിരുന്നു അതിന്റെ പേര്? നമ്മുടെ പിന്നെ ഡിജി ലോക്കർ. ഡിജി ലോക്കർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ തന്നെ കാണിക്കും. നിങ്ങൾക്ക് ഡിജി ലോക്കർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. പിന്നെ ഒരു സെൽഫി അവർ ആ സമയത്ത് തന്നെ സെയിം ടൈമിൽ ലൈവായിട്ട് ഒരു സെൽഫി ഫോട്ടോ എടുക്കാൻ പറയും. ഇത് വെച്ചിട്ടാണെന്ന് ചെയ്യാൻ പറ്റുക, അത് വെരിഫൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇപ്പം ഈ ഹയറിംഗ് എന്നുള്ള കാണുമ്പോൾ അത് ഞാനൊരു ഇതിൽ വായിച്ചതാണ്, എത്രത്തോളം അതിൻ്റെ ഇത് അറിയില്ല. ഇപ്പൊ നമ്മളെ പ്രൊഫൈലിന്റെ സൈഡിൽ നമ്മൾ ആ ഒരു ഹാഷ്ടാഗ് ഉണ്ടാവുമല്ലോ, മറ്റേ ഓപ്പൺ ടു ജോബ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ, അത് വെക്കാൻ പാടില്ല എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ യെസ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അതിന്റെ ആ ഒരു ഒന്നുകൂടെ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മള് ഓപ്പൺ ടു വർക്ക് എന്നുള്ള ആ ഒരു ഇത് വരുമ്പം ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കൂല എന്നുള്ള ആ ഒരു ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് വായിച്ചിട്ടുണ്ട് ലിങ്ക്ഡിനിൽ തന്നെ. കുറച്ചും കൂടെ അത് ചിലപ്പോൾ ആളുകളുടെ ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഉണ്ടാവാം. അപ്പൊ ഇതില് പിന്നെ ആളുകൾക്ക് ഇങ്ങനെ, പക്ഷെ ഓപ്പൺ ടു വർക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങള് പിന്നെ നിങ്ങളെ ഷോക്കേസ് ചെയ്യാൻ ഐ ആം റെഡി ടു ടേക്ക് എനി ജോബ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ നിങ്ങളത് പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞ ഒരാൾക്ക് പെട്ടെന്ന് ഒരു എംപ്ലോയർക്ക് നിങ്ങളെ അറിയാൻ പറ്റും നിങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അനാവശ്യമായിട്ട് പറഞ്ഞ പോലെ യെസ് അടിക്കാതെ അല്ലെങ്കിൽ ഓക്കെ അടിക്കാൻ അത് നമ്മൾ പോവാതിരിക്കാന്നുള്ളതാണ്. ആ പ്രൊഫൈലിൽ നോക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ. അത് അങ്ങനത്തെ ജോബ് ഒരിക്കലും അങ്ങനെ ഒരു ജോലി വേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയർ ആ പണി ചെയ്യില്ല. ഒതന്റിക് ആയിട്ടുള്ള ജോബ് കൊടുക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക. പക്ഷെ ഓപ്പൺ ടു വർക്ക് നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങളൊരു വിസിബിലിറ്റി കൊടുക്കുകയാണ്. നിങ്ങളൊരാള് ഓപ്പൺ ടു വർക്ക് ആണ്, അപ്പൊ എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ എക്സ്പെർട്ടൈസ് നോക്കി ഓക്കെ നിങ്ങൾ ഓപ്പൺ ടു വർക്ക് ആണ്, ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പേഴ്സണലൈസ് മെസ്സേജ് ആക്കും. ഓക്കെ, ഈ നിങ്ങൾ ഇന്ന ജോലിക്ക് റെഡി ആണോ എന്നുള്ളത്. അപ്പൊ അതുണ്ടാവുന്നതിൽ തെറ്റില്ല. ഓക്കെ, താങ്ക് യു മുഹമ്മദ്. ഇനി വേറെ ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. റജ റെനിൻ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. റജ ഹാൻഡ് റജ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. റജ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഇനി അതല്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം.